നമസ്കാരം. കുടുംബരേഖകളിൽ നിന്നും പെൺമക്കളുടെ പേര് ഒഴിവാക്കരുത്. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് മാർഗരേഖ. ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് കൂടി തന്ന് സപ്പോർട്ട് തരിക. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ കുടുംബരേഖകളിൽ നിന്നും പെൺമക്കളുടെ പേര് ഒഴിവാക്കാൻ പാടില്ലെന്ന് നിർദ്ദേശിച്ച് പെൻഷൻ ക്ഷേമ വകുപ്പ് മാർഗരേഖ പുറത്തുവിട്ടു. സർക്കാർ ജീവനക്കാർ സർവീസിൽ ചേരുന്ന വേളയിൽ നിർദ്ദിഷ്ട ഫോമിൽ ഭാര്യ, കുട്ടികൾ, മാതാപിതാക്കൾ തുടങ്ങി കുടുംബത്തിന്റെ വിവരങ്ങൾ കൈമാറണം. വിരമിക്കുന്നതിന് മുമ്പും ജീവനക്കാർ കുടുംബ വിവരങ്ങൾ പുതുക്കി നൽകണം. സർക്കാർ ജീവനക്കാരുടെ കുടുംബ പെൻഷൻ അർഹരായ കുടുംബങ്ങളുടെ പട്ടികയിൽ നിന്നും പെൺമക്കളുടെ പേര് ഒഴിവാക്കാൻ പാടില്ല. സർവീസിൽ ചേരുന്ന അവസരത്തിൽ ജീവനക്കാർ പെൺമക്കളുടെ പേര് നൽകി കഴിഞ്ഞാൽ അവരെ പിന്നീട് ജീവനക്കാരുടെ കുടുംബാംഗമായാണ് കണക്കാക്കുക. അവർക്ക് കുടുംബ പെൻഷന് അർഹതയുണ്ടോ ഇല്ലയോ എന്ന കാര്യം പ്രസക്തമല്ല. പേഴ്സണൽ മന്ത്രാലയത്തിന് കീഴിലുള്ള ക്ഷേമ പെൻഷൻ വകുപ്പ് മാർഗരേഖ പറഞ്ഞു. മറ്റൊരു അറിയിപ്പ്. രാജ്യത്ത് എംപ്ലോയീസ് പെൻഷൻ സ്കീം പ്രകാരം ഏകദേശം 97,640 EPF അംഗങ്ങൾക്ക് ഉയർന്ന പെൻഷൻ ലഭിക്കുമെന്ന് റിപ്പോർട്ട്. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും കൂടുതൽ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ.